നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള മേഘവിസ്ഫോടനം പോലെ കനത്ത മഴ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കാലവർഷം എത്തും മുൻപേ കനത്ത മഴയാണ് കേരളത്തിലെടുത്ത് ഇപ്പോൾ ലഭിക്കുന്നത്. ലാനിന, IOD പ്രതിഭാസങ്ങൾ കൂടി എത്തിയാൽ മൺസൂൺ കാലത്ത് കേരളം കനത്ത ജാഗ്രത പുലർത്തേണ്ടി വരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ദീർഘകാല ശരാശരിയുടെ 6% വരെ അധിക മഴ ലഭിക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കാലവർഷത്തിനൊപ്പം കനത്ത മഴ നൽകുന്ന 2 പ്രതിഭാസങ്ങൾ കൂടി ഇത്തവണ പ്രതീക്ഷിക്കാം. ലാനിന, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പ്രതിഭാസങ്ങൾ ഒരുമിച്ചെത്തുന്നത് അപ്രതീക്ഷിത കാലാവസ്ഥയ്ക്കുള്ള ഘടകങ്ങളാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ കരുതുന്നു. 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമാകും. കൊച്ചിയിൽ ഇന്നലെ 1 മണിക്കൂറിലൂടെ പെയ്തതാണ് 103 സെന്റിമീറ്റർ മഴ. 14 കിലോമീറ്റർ മുകളിലെത്തിയ മഴമേഘങ്ങളാണ് കൊച്ചിയിലെ മേഘവിസ്ഫോടനത്തിന് കാരണം. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഈ മഴമേഘങ്ങളെ കൊച്ചി തീരത്തെത്തിച്ചു. അപ്രതീക്ഷിതമായ ഇത്തരം മേഘവിസ്ഫോടനങ്ങൾ ഇനിയും കരുതിയിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് കാലാവസ്ഥാ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിലെ മൺസൂൺ കാലത്തിൽ മാറ്റമുണ്ടായെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ അസാധാരണമായ മേഘവിസ്ഫോടനം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. കാലവർഷങ്ങൾക്കൊപ്പം തെക്കൻ തമിഴ്നാട് തീരത്തുള്ള ചക്രവാത ചുഴിയും മഴയ്ക്ക് കാരണമാകുന്നു. ചെറിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസത്തിനാണ് സംസ്ഥാനത്ത് സാധ്യത. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും പ്രതീക്ഷിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉള്ളതിനാൽ തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്കും നിയന്ത്രണമുണ്ട്. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. ഇത്തവണ കേരളത്തിൽ കാത്തിരിക്കുന്നത് അസാധാരണ കാലവർഷമാണ്. ദീർഘകാല ശരാശരിയുടെ 106% വരെ മഴ ലഭിക്കും എന്നാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. അസാധാരണ കാലവർഷത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് പിന്നിൽ 6% അധികം മഴ ലഭിക്കുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഈ വർഷത്തെ അസാധാരണമായ ചൂടും കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. താപനില വർദ്ധിക്കുമ്പോൾ മഴ കൂടും എന്നുള്ളതാണ് സാധാരണ തത്വം. അതിന്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വായു ഉയരുകയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ശൂന്യ സ്ഥലത്തേക്ക് ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള തണുത്ത മേഘങ്ങളുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും. പർവ്വതങ്ങൾ ഏറെയുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത് മഴയുടെ തോത് വർദ്ധിപ്പിക്കും. മറ്റൊന്ന്, കേരള തീരത്ത് സാധാരണയായി കഴിഞ്ഞ കൂമ്പാര മേഘങ്ങളുടെ രൂപീകരണമാണ്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ മൺസൂൺ കാലത്താണ് വേനൽ മഴയോടൊപ്പം കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്നത്. മഴമേഘങ്ങൾ 12 മുതൽ 14 വരെ കിലോമീറ്റർ ക്ലൗഡ് ഡെപ്ത് ഉള്ളവയാണ്. ഇവ ഉയർന്ന സ്ഥലങ്ങളിൽ വന്ന് തങ്ങി നിൽക്കുകയും തണുത്ത് അതിതീവ്ര മഴയായി പെയ്യുകയും ചെയ്യാനുള്ള സാഹചര്യവും കേരളത്തിൽ കൂടുതലാണ്. അതിനിടെ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.